അങ്ങനെ 5 6 7 1 2 3 4. പക്ഷേ ഡൗൺ ക്രോസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഡൗൺ. കിട്ടി? 5 6 7 ഗോ. 1 2 3 4 ടക് 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 ടക്. അപ്പൊ ഒരാള് കാര് പാർക്ക് ചെയ്തിട്ട് എന്നോട് ഒരു കുസൃതി ചോദ്യം ചോദിച്ചേക്കുന്നത് എന്താന്നറിയോ? സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടെ ഇവിടെ ഇരുന്നിട്ട് അയ്യേ രാമു. ആരാ രാമു? ആരിബനാ? ഇതാരാ? ഓനാരാ നിന്റെ? ഈ ചെറുക്കനാണോ സുഷമ്മ? എനിക്കറിയണ്ടേ, നീ പാതിരാത്രിക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ഈ കഥയിലുള്ളത്, ഈ കളിയിലുള്ളത് എനിക്കൊന്നും അറിയണ്ടേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ്. ഒരാൾ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഇന്ന് ഗൈസ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അതിന് മുന്നേ അർക്കം വിട്ട് മാറിയിട്ടില്ല. അപ്പോൾ എന്താ ഞാൻ പറയാൻ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ രാവിലെ ആയിട്ടുള്ളൂ, ജസ്റ്റ് കണ്ണ് തുറന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരാൾ കണ്ണ് തുറന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കണ്ണ് തുറപ്പിക്കാം. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. അത് കേൾക്കാതെ ഒരു സുഖമില്ല. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് സ്കിൻ കെയർ ക്ലിനിക്കിൽ പോകാനുണ്ട്. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ ലേസർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ പിഗ്മെന്റേഷൻ വന്നതുകൊണ്ട്. അപ്പൊ അത് ഒരു ലേസറും കൂടെ ചെയ്യാനുണ്ട് രാവിലെ തന്നെ. ഇത് ഡേ ഇൻ മൈ ലൈഫാ പൊന്നോ. എഴുന്നേക്ക് പോയാ. അപ്പൊ നമുക്ക് അതിന് പോണം. പിന്നെ ക്ലാസ് ഉണ്ട് വൈകിട്ട്. അപ്പൊ അതൊക്കെ തന്നെ ഉള്ളൂ. ഫുഡ് പ്രിപ്പയർ ചെയ്യണം, ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എന്റെ ആസ് യൂഷ്വൽ ഡേ എങ്ങനെയാണെന്നുള്ളത് കുറെ നാളായില്ലേ ഇപ്പൊ എല്ലാരും കണ്ടിട്ട്. അപ്പൊ നമുക്ക് അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് പ്രധാനമായി പ്രഭാത കർമ്മങ്ങളിലേക്ക് ഏർപ്പെടാം. പല്ല് തേക്കാം. ഹലോ, എഴുന്നേറ്റാ? നമ്മുടെ പൊന്ന് മനോഗതം ഭവാൻ. പണ്ട് നമ്മൂട്ട പാട്ടൊക്കെ വെക്കൂലായിരുന്നാ പൊന്ന്? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഗായത്രി മന്ത്രമൊക്കെ വെക്കും. ചായ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇന്നലെ രാത്രി തന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെനു എന്താണ് നമ്മൂട്ടാ? പുട്ടും കടലയും. അപ്പൊ പുട്ടും കടലയിലും പ്രോ ആയതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരാഴ്ചയിൽ 3 നേരവും പുട്ട്. അങ്ങനെ നമ്മുടെ കോൺ പുട്ട് ഇതാ ഞാൻ ഇവിടെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി തേങ്ങ ചിരണ്ടിയിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. ദാ ഇവിടെ കടല വേവുന്നുണ്ട്. എല്ലാം ഇന്ന് ഷടപടേ നമ്മൾ ആക്കാൻ പോവാണ്, അല്ലേ രാമൂട്ട? അപ്പൊ ഗൈസ്, രാമൂട്ട നൈസായിട്ട് പുട്ടിന്റെ പരിപാടി കൊടുത്തിട്ട് ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് സ്കിൻ ക്ലിനിക്കിൽ പോകണം. ലേസർ ചെയ്യാനുണ്ട്, ഫോട്ടോ ലേസർ ചെയ്യാനുണ്ട്. ആൻഡ് അതിന് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട്. അത് നടക്കോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റൂല, അതുകൊണ്ടാണ് പറയാത്തത്. രാമൂട്ടിനെ ഒരു ഡാൻസ് പഠിപ്പിക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. നോക്കാം. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ ക്ലാസ് ഉണ്ട്. ക്ലാസ് കൂടാതെ തന്നെ നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഈ മാസം മാർച്ച് 19 നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ്. അപ്പോൾ പിള്ളേരുടെ ഷോക്ക് കേസിങ് ഉണ്ട്. അപ്പോൾ കുറേ പേർക്ക് എക്സാം ആണ്, എന്നാലും ബാക്കി കുറച്ച് പേരൊക്കെ ആയിട്ട് നമ്മളിന്ന് പെർഫോം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് സെഷൻസ് സ്റ്റുഡിയോയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്കിത് വേറെ കുറച്ച് കാര്യങ്ങളൂടെ പ്ലാൻ ചെയ്യാനുണ്ട്. നമ്മുടെ ഹെച്ച് ക്യാമ്പ് ഓൾറെഡി നിങ്ങൾക്ക് പറയുന്നുണ്ടാവും. അപ്പോൾ ഹെച്ച് ക്യാമ്പിൻ്റെ നെക്സ്റ്റ് ക്യാമ്പ് ഈ വരുന്ന 22nd 23rd അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇന്ന് പണിയുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ടാസ്കുകൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാം, അല്ലേ? കമോൺ. ഓക്കെ ഗൈസ്, അപ്പോൾ ഫ്രഷ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ സ്കിൻ കെയറിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം സ്കിൻ കെയർ ആണ്. അപ്പോൾ ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ജെൽ സൺസ്ക്രീൻ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. കാരണം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് വൈറ്റ് കാസ്റ്റ് വരുമെന്നുള്ള പേടി കൊണ്ടാണ്. അപ്പോൾ ഈ വൈറ്റ് കാസ്റ്റ് ക്രീമായിട്ട് യൂസ് ചെയ്താലും വൈറ്റ് കാസ്റ്റ് വരാത്ത ഒരു സൺസ്ക്രീൻ ഞാനിങ്ങനെ തപ്പി നടന്നപ്പോഴാണ് നമ്മുടെ പ്യോർ ഒറിജിൻ്റെ വൈറ്റമിൻ സി സൺസ്ക്രീൻ കണ്ടുപിടിച്ചത്. ഇതിപ്പോൾ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. സൂപ്പറാണ്.
ക്രീമി ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ പോലും ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല. അതുകൊണ്ട് എനിക്കിതിപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന പോലെ ഫസ്റ്റ് നമുക്ക് സ്കിന്നൊന്ന് പ്രെപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് ചെയ്യാനും ഞാൻ പ്യുർ ഒറിജിൻ്റെ തന്നെ വൈറ്റമിൻ സി ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിനെ ഡീപ്പ് ക്ലെൻസ് ചെയ്യുന്നു. മാത്രമല്ല ഇതിനകത്ത് വൈറ്റമിൻ സി, മൈക്രോ ബീഡ്സ് ആൻഡ് യൂസു ലെമണാണ് അടങ്ങിയിട്ടുള്ളത്. ഇതിലുള്ള വൈറ്റമിൻ സി സ്കിന്നിലേക്ക് ഡീപ്പ് പെനിട്രേറ്റ് ചെയ്യുന്നു. കൂടാതെ സ്കിന്നിന്റെ ഡൾനെസ് മാറ്റുകയും ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ് ലുക്കും തരുന്നു. ഫുൾ ആയിട്ട് നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടി ഇതുപോലെയായി. അപ്പോൾ ഇനി അടുത്തത് എന്താ? ഇനി സ്റ്റെപ്പ് 2 ഞാൻ യൂസ് ചെയ്യുന്നത് കൊറിയൻ വൈറ്റമിൻ സി ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ഫേസ് സെറാണ്. ഇതിനകത്ത് 20x കൊറിയൻ വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത്. ഇത് സ്കിന്നിലേക്ക് ഡീപ്പ് പെനിട്രേറ്റ് ആകുകയും ഡാർക്ക് സ്പോട്ട്സ് ഇൻസ്റ്റന്റ്ലി ഫെയ്ഡ് ആക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ കണ്ടിന്യൂസ് ഒരു 3 days യൂസ് ചെയ്താൽ തന്നെ ഒരു വിസിബിൾ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ യൂസു ലെമണും വൈറ്റമിൻ സിയും ഡീപ്ലി ഹൈഡ്രേറ്റ് ആക്കുകയും ഒരു ഡ്യൂയി ബ്രൈറ്റ് ഗ്ലോയും സ്കിന്നിന് തരുന്നു. എനിക്കിതിൽ മെയിൻ ആയിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യം ഇതൊരു ഫാസ്റ്റ് അബ്സോർബിംഗ് ആൻഡ് ലൈറ്റ് വെയിറ്റ് സെറമാണ്. നമ്മൾ സ്കിന്നിൽ പ്രത്യേകിച്ച് ഒന്നും ഇടാത്ത പോലെ ഫീൽ ചെയ്യും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൊറിയൻ വൈറ്റമിൻ സി ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ഫേസ് സെറം ക്രീമാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇതിനകത്തും 10x നാച്ചുറൽ കൊറിയൻ വൈറ്റമിൻ സി സെറവും യൂസു ലെമണും ആണ് അടങ്ങിയിട്ടുള്ളത്. വൈറ്റമിൻ സി കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഒരു ഈവൻ സ്കിൻ ടോൺ അച്ചീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ 3 സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സെറം അപ്ലൈ ചെയ്തതിനു ശേഷം ഇനി നമ്മുടെ 4th സ്റ്റെപ്പ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഇനി എന്റെ സ്കിൻ കെയറിൽ 4th സ്റ്റെപ്പ് ആയിട്ടുള്ള കൊറിയൻ വൈറ്റമിൻ സി ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ലൈറ്റ് ജെൽ സൺസ്ക്രീം ആണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് സൺസ്ക്രീൻ ഇതിന് അപ്ലൈ ചെയ്യുന്നത് സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും പ്രിമേച്ചർ ഏജിങ്ങും ഡാർക്ക് സ്പോട്ട്സ് തടയാനുമാണ്. ഈ ഒരു സൺസ്ക്രീനകത്ത് SPF 50 PA++++ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ UV റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇതൊരു ജെൽ ലൈക്ക് ഫോർമുല ആയതുകൊണ്ട് തന്നെ ഏത് സ്കിൻ ടോണിനും ഇത് പെർഫെക്റ്റ് ആണ്. മാത്രമല്ല വൈറ്റ് കാസ്റ്റും ഉണ്ടാവില്ല. ആൻഡ് ഇതിലുള്ള വൈറ്റമിൻ സി ഫ്രീ റാഡിക്കൽസിനെ ഫൈറ്റ് ചെയ്യുകയും ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ചില സൺസ്ക്രീനൊക്കെ എനിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഭയങ്കര ഓയിലി ആയ പോലെയൊക്കെ നമ്മുടെ ടെക്സ്ചർ ഒന്ന് ഡാർക്ക് ആയ പോലെ ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട്. ഇത് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറി ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് pureorigin.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. മാത്രമല്ല എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 50% ഓഫ് ഉണ്ടാവും. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ആൻഡ് പർപ്പിളിലും അവൈലബിൾ ആണ് കേട്ടോ. സോ നിങ്ങളും ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പം നമുക്കിനി പുട്ട് കഴിക്കാം ഗൈസ്. കം ഓൺ. ആഹാ, പുട്ടുണ്ടാക്കി. ഇതെന്താ ഒരു യുദ്ധം നടന്നു ഇവിടെ? എന്താ പറ്റി? അയ്യോ, എന്താ പറ്റി കാര്യമായിട്ട്? അപ്പൊ ഗൈസ് താങ്ക് യു. പോയിട്ടെന്നാ. അപ്പൊ ഗൈസ് ദാ രാമൂട്ടൻ സ്റ്റുഡിയോയിലേക്കും ഞാൻ ക്ലിനിക്കിലേക്കും പോവാണ്. ഇന്ന് വെയിലിന് ഇത്തിരി കുറവുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പക്ഷെ ഭയങ്കര ചൂട്. അപ്പോൾ പോയി വന്നതിന് ശേഷം രാമുവിനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാന്നൊക്കെയാണ് പ്ലാൻ. എന്നോട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താവും അറിയില്ല. എന്തായാലും നമുക്ക് ലേസർ ചെയ്തിട്ട് വരാം. ആ ശരി ശരി അമ്മേ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ലേസർ ചെയ്യാം. അപ്പോൾ ഈ ഒരു പിമ്പിൾസിൻ്റെ ഒക്കെ ഒരു റീസൺ കൊണ്ടായിട്ടായിരുന്നു നമ്മൾ ലേസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഡയറ്റ് ഇപ്പോൾ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരു ഡീപ്പ് ഫ്രൈ ഐറ്റംസ് ആണ് എൻ്റെ ട്രിഗർ ഐറ്റം. അപ്പോൾ അത് കുറച്ചാലേ ഇത് കുറയത്തുള്ളൂ. പിന്നെ ഗുഡ് സ്കിൻ കെയറും ഇതുപോലത്തെയുള്ള പ്രൊസീജിയേഴ്സാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ലേസർ ചെയ്യാം. ഗൈസ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഫേസിൽ ചെറുതായിട്ടൊരു റെഡ്നെസ്സും പിന്നെ ഇങ്ങനെ കുറച്ചൊന്ന് വിങ്ങിയ പോലെ ഉണ്ടാകും. 3 ദിവസത്തേക്ക് ഇനി വെയിലത്തൊന്നും ഇറങ്ങാൻ പാടില്ല. ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാൻ പാടില്ല. സൺസ്ക്രീൻ യൂസ് ചെയ്യണം. പിന്നെ മേക്കപ്പ് ഒന്നും വെയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ കണ്ടില്ലേ, ഈ മെയിനായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ഇത് മെയിനായിട്ട് ഉണ്ടാവണതിൻ്റെ ഒരു റീസൺ ഉണ്ട്. ഒരു ഡയറ്റ് ബിക്കോസ് എനിക്ക് ഈ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഐറ്റംസ് ഇത്തിരി സീനായി തുടങ്ങുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പർ കെയർ ആൻഡ് നല്ല സ്കിൻ കെയർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി 3 ദിവസത്തേക്ക് മേക്കപ്പ് ഇടാൻ പറ്റില്ല എന്നുള്ള വിഷമമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം അങ്ങനെ കണ്ണെഴുതി കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇട്ടുള്ള ഭംഗിയാണെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഒന്നും വേണ്ട. അപ്പം ഞാൻ എന്താ
സ്റ്റുഡിയോയിലെത്തി. താഴെ ഇപ്പോൾ സമയമുണ്ടല്ലോ 4:30 മണിയായി. എല്ലാം കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത്, അതായത് നമുക്ക് കുറച്ച് റിവ്യൂ പറയണതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തതാ വന്നപ്പോഴത്തേക്ക് ഈ സമയമായി. രാമൂട്ടൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ ഞാൻ നേരെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. ആളോട് വന്നിട്ട് താഴത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ലഞ്ച് എന്തായാലും ഇനി പ്രിപ്പയർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് ഡിന്നറാകും. ടൈം എടുത്തെടുത്തെടുത്ത് വിശന്നോടി. ഭയങ്കര വിശന്നിട്ടുണ്ടല്ലോ രാമൂട്ടോ. വണ്ടി ഓടിക്കാൻ പറ്റണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും വണ്ടി ബാക്കിൽ. ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചാ. എന്താ ബാക്കില് തട്ടിയത് എങ്ങനെയാ? എന്റെ അമ്മ ഒന്നും തട്ടിയിട്ടില്ല. അതെ അനാവശ്യം പറഞ്ഞിട്ടല്ലോ. എന്തെങ്കിലും കേക്ക സൈഡ് അതെന്തായാലും തട്ടിയത് നീ ആയിരിക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ പനമ്പള്ളി തന്നെ ഒരു കഫേയിൽ വന്നേക്കാട്ടോ. ഗൈസ്, സോ മൈ ഫേവറേറ്റ് ഹോട്ട് ചോക്ലേറ്റ് ഈസ് ഹിയർ. തൊട്ട് പോകരുത്. ഞാൻ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. എപ്പോ പറഞ്ഞില്ല. എനിക്ക് ഇതിന്റെ കൂടെ മാഷ്മെല്ലോസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ എവിടുന്നാ കഴിച്ചു തുടങ്ങിയേ? പയ്യന്നൂർ ഒരു കഫേയില് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ വെജീസ് ഒക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഇതിലുണ്ടായിരുന്ന എല്ലാ വെജിറ്റബിൾസും ഞാൻ കഴിച്ചു. അല്ലേ രാമൂട്ട? അല്ലേ കുട്ടപ്പ? നിന്റെ ആ മോൻ കാണുമ്പോൾ നീ കഴിച്ച പോലെ ഉണ്ടല്ലോ. ഞാനല്ലേ വെച്ചേ? നമ്മളല്ലേ? സംസാരിക്കല്ലേ കേട്ടോ. പക്ഷെ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഞാൻ എന്താ പറയണത്, എൻ്റെ ഒരു കൊതി, ആ ക്രേവിങ് കഴിഞ്ഞു. ഇനി ഇത് രാമൂട്ടിന്റെ സ്വന്തം കുറ്റം. ഗൈസ്, അപ്പൊ നമ്മൾ ഇതാ ഫുഡ് കഴിച്ച സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോ സ്റ്റുഡിയോയിൽ വന്ന് കാർ പാർക്ക് ചെയ്തപ്പോ സമയം നോക്കുക 6 മണി. അത് ഇന്നത്തെ റൂട്ടീൻ അങ്ങനെ പോയി ക്ഷമിക്കുക. അപ്പൊ ഒരാള് കാറ് പാർക്ക് ചെയ്തിട്ട് എന്നോട് ഒരു കുസൃതി ചോദ്യം ചോദിച്ചേക്കുന്നത് എന്താന്നറിയോ? ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല, ഇവളായിട്ട് ഉണ്ടാക്കിയതാണ്. എന്നോട് ചോദിക്കാണ് ഗൂഗിളിന് പട്ടി അടിച്ചാൽ എന്ത് ചെയ്യൂന്ന്, പട്ടി അടിച്ചാൽ എന്ത് പറയൂന്ന്. നമ്മളൊക്കെ ഇത് പണ്ടേ വിട്ടതാണ്. നമ്മള് പറഞ്ഞു ഗൂഗിൾ പേ എന്ന്. അയ്യേ, എല്ലാരും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടെ ഇവിടെ ഇരുന്നിട്ട് അയ്യേരാമോ. ഞാൻ ഇങ്ങനത്തെ ലോക്കൽ അടിക്കൂല, നിങ്ങൾക്ക് അറിയാലോ. അടിക്കുന്നത് ആരായിരിക്കും? പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നിട്ട് ചെയ്യൂലെന്നും അവർക്കറിയാം. ആരായിരിക്കും? ക്ലാസ് ഉള്ളതിന്റെ ഭാഗം. Five, six, seven, see. 1, 2, first right, right. 5, 6, 7, go. Right, left, right, up. 1, 2, 3, up. പക്ഷെ ഡൗൺ ക്രോസ് ചെയ്യുമ്പോ ലെഫ്റ്റ് ഹാൻഡ് അപ്പ്, റൈറ്റ് ഹാൻഡ് ഡൗൺ. കിട്ടി? 5, 6, 7 ഗോ. 1, 2, 3, 4 ടക് 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 ടക്. 1, 2, 3, 4 ടക് 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 ടക്. 5, 6, 7 ഗോ. 1, 2, 3, 4 5, 6, 7, 8. 5, 6, 7 go. 1, 2, 3, 4 5, 6, 7, 8. 5, 6, 7 go. കണ്ണൂട് കണ്ണിരയും. Okay. Okay. Next. 5, 6, 7, 8. 1, 2, 3, 4. 2, 3, 4. അപ്പൊ ഗൈസ്, ഞാൻ എന്താ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് ഉണ്ടാക്കണം. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇന്ന് രാമൂട്ടിന് ഹെൽപ്പില്ല, കാരണം ഞാൻ തന്നെയാണ് ഡ്യൂട്ടി. കാരണം നോക്ക്, ഇതാണ് ഗോസ്റ്റ് ഓഫ് സുഷിമയാ. സുഷിമയാ ആര്? ആര്? സുഷമ.
ഗോസ്റ്റ് ഓഫ് തുഷിമ എന്ത് പണ്ടാണ് അത് കളിക്കാണ് ഗായ്സ്. ചോറ് വേണ്ടേ? എന്നാ കഞ്ഞിയും ചെറുപയറും ആക്കാം. അതെന്താ? അതുകൊണ്ടൊന്നും വേണ്ട അല്ലേ? ഇവിടുന്ന് നീ എണീക്കില്ല? അയ്യോ, ഞാൻ ഉണ്ടാക്കാം. എനിക്കെന്തായാലും വിശക്കുന്നു. കഞ്ഞിയും ചെറുപയറും ആരോഗ്യത്തിന് അത്യുത്തമം. അത്യുത്തമം. അതിന് കുറച്ചല്ല, ഒരു കുക്കർ എടുക്കുക, പിന്നെ കുറച്ച് അരി എടുക്കുക, ചെറുപയർ ഇടുക, then ഒരുമിച്ച് വേവിക്കുക എന്നാണ് രാമൂട്ടൻ പറഞ്ഞത്. എനിക്ക് ഇതിന്റെ റെസിപ്പി ഒന്നും അറിയത്തില്ല. റെസിപ്പി അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഞാൻ കഴിച്ചിട്ടില്ല. ഈ ഒരുമിച്ച് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ചെറുപയർ സെപ്പറേറ്റ് കഞ്ഞി സെപ്പറേറ്റ് അങ്ങനെ കഴിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ചിടാം. ഞാൻ അരിക്കകത്ത് ചെറുപയറും കൂടെ വെച്ചു. ഇനി നമുക്ക് അപ്പൊ ഇത് എത്ര അടി അടിക്കണം എന്നാവും? നമുക്കൊരു 5-6 അടി അടിക്കാല്ലേ? അടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനമാവുമല്ലോ. സെറ്റ്. ഇതിലാരാ രാമു? ആരിവനാ? ഇതാരാ? പറയേണ്ടി വരും. നീ എന്ത് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കണേ? ഞാനല്ല സംസാരിക്കുന്നത്, ഓനാരാ നിന്റെ? കുഞ്ഞന്മാരെ പോയി കളിക്കാത്തെന്ത്? സ്റ്റോറി ഗെയിമാ, അത് കഥ ഉണ്ടാവും. സ്കിപ്പ് അടിച്ചോട്. കഥ പഠിക്കാൻ പറ്റില്ല. ഇത്രയും പൈസ കൊടുത്ത് CD വാങ്ങിച്ചിട്ട് ഈ കഥ മൊത്തം കാണണമെന്നാ? എവിടത്തെ മര്യാദ അത്? സ്കിപ്പ് അടിക്കാമോ? നിന്നെ കൊല്ലാൻ പറ്റി. നിന്നെ കൊന്ന് ഇനി നീ കളിക്കണ്ട, ഇറങ്ങിക്കോ. എനിക്ക് കഴിഞ്ഞു കളി കഴിഞ്ഞ്. കൊന്ന പിന്നെ എങ്ങനെ കളിക്കും? ഗോസ്റ്റ് ഓഫ് സുഷമ്മ. ഈ ചെറുക്കനാണോ സുഷമ്മ? ഓ, ഇവൻ പ്രേതമായിട്ട് എല്ലാരും കൊല്ലാൻ വരും, അതാണ് കഥ. പിന്നെ എനിക്കറിയണ്ടേ, നീ പാതിരാത്രിക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ഈ കഥയിലുള്ളത്, ഈ കളിയിലുള്ളത് എനിക്കൊന്നും അറിയണ്ടേ? പറഞ്ഞാമൂട്ടാ. എന്തൊരു സുഖം ഗൈസ്. അപ്പൊ ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുകയാണ്. കഞ്ഞി കുടിക്കാൻ പറഞ്ഞിട്ട് കഞ്ഞി പോലും കുടിക്കാണ്ട് ഗെയിമും കളിച്ചോണ്ടിരിക്കണാണ്. അപ്പൊ ഞാൻ എന്തായാലും പോയി കിടക്കാന്ന് വിചാരിച്ചു. കേട്ടാ? ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. 12 മണി കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ അവരോട് പറ ഗുഡ് നൈറ്റ് പറ. അപ്പൊ ടാറ്റ ഗൈസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.